ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഓഫീസിൽ നിന്നുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. കൊച്ചിൻ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ മൊത്തം എല്ലാവരും ചേർന്ന് 2 ബസ്സിലാണ് പോകുന്നത്. മക്കളെ കൂട്ടാതെ ആദ്യത്തെ ഒരു ട്രിപ്പാണ്. ഓരോരുത്തര കിട്ടും. ഈ വണ്ടി വീഡിയോ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു സ്പേസ് കണ്ടു. അത് വാഷ്റൂമിൽ പോകാനും നമുക്ക് ഭക്ഷണം കഴിക്കാനും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വാട്ടർ മെട്രോ എവിടെയും ചോദിച്ചു നോക്ക്. ആണ് സാഗറാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ അതില്. ഓ, എഴുതിയിട്ടുണ്ട്. എന്താണ് റൂംസ് ഒക്കെ കേട്ടാ. ടീ സ്റ്റോപ്പ്. ആ, ഹായ് പറയൂ. സുജിയോടെ സ്റ്റെപ്പാണ് കേട്ടോ, സ്റ്റെപ്പാണ്. ഓ, അത് ശരി. ഇത് വേറെ, അത് പറയാം. കയറുമ്പോൾ ഒന്നിൽ കയറി. ഇത് വേറൊരു ലെവലാണല്ലോ. സോറി. കുറച്ച് ആർട്ടിസ്റ്റ്മാരാണ് പുറത്തുനിന്ന് സിംഗേഴ്സാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങളുടെ കൂടെ എന്ത് സപ്പോർട്ടും ഞങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, പാട്ടുകാരൊക്കെ അപ്പോൾ ധൈര്യമായിട്ട് പാടാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് സമയം നമ്മുടെ കൊച്ചിയിലെ കുറച്ച് സ്ഥലങ്ങളൊന്ന് പരിചയപ്പെട്ടു. നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമോ? നമ്മൾ പിഴല എന്നൊരു സ്ഥലത്തൊക്കെയാണ് പോകുന്നത്. പിഴല ഒരു ഐസ്ലാൻഡ് ദ്വീപാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 മണിയോട് കൂടി അവിടെ എത്തിച്ചേരും. അവിടെ നിങ്ങൾക്ക് മാക്സിമം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്ടിവിറ്റീസുകളുണ്ട്. കയാക്കിംഗ് ഉണ്ടാവും, ബോട്ടിംഗ് ഉണ്ടാവും. ഹൈക്കോടതി മേനക എന്ന് പറയുന്നത് ഏകദേശം 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള കായലിനോട് ചേർന്ന ഒരു വാക്ക്വേയാണ്. ആദ്യത്തെ വാക്ക്വേ, ഏറ്റവും നീളം കൂടിയ വാക്ക്വേ മുംബൈയിലാണ്. അപ്പം കേരളത്തിൽ എറണാകുളത്ത് നമ്മുടെ മറൈൻ ഡ്രൈവ് വാക്ക്വേ എന്ന് പറയുന്നത് 3 പാലങ്ങളോട് കണക്ട് ചെയ്താണ് നമ്മുടെ വാക്ക്വേ പോകുന്നത്. ആദ്യത്തെ പാലം കെട്ടുവെള്ളത്തിന് മാതൃകയുള്ള ഒരു പാലം, രണ്ടാമത് വരുന്നത് മഴവിൽ പാലം, മൂന്നാമത് വരുന്നത് ചീനവരയുടെ മാതൃകയുള്ള ഒരു പാലമാണ്. 3 പാലങ്ങളോട് കണക്ട് ചെയ്ത് പോകുന്ന കേരളത്തിലെ നമ്പർ 1 കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാക്ക്വേയാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് വാക്ക്വേ. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ പേരിലാണ് ഈ വാക്ക്വേ അറിയപ്പെടുന്നത്. കൂടാതെ അങ്ങനത്തെ ദൂരെ ഈ സൈഡിലും ലെഫ്റ്റ് സൈഡ് നോക്കിയാണ് ഒരുപാട് ക്രെയിനുകൾ നിറഞ്ഞു കിട്ടുന്ന സ്ഥലം നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കപ്പൽ നിർമ്മാണശാല. ഇന്ത്യയിൽ തന്നെ കപ്പലുകൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയൊരു കപ്പൽ നിർമ്മാണശാലയാണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. കൊച്ചി നിർമ്മിച്ച ഈ അടുത്ത് നിർമ്മിച്ച ഒരു കപ്പൽ എല്ലാവർക്കും അറിയാം. മറ്റേ വിമാനവാഹിനി കപ്പലാണ് INH വിക്രാന്ത് നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡ് നിർമ്മിച്ചത്. സാഗർ റാണി എന്ന് പറഞ്ഞ 2 കടലേറ്റ
ബസ്സിലാണ് കൊച്ചി ഷിപ്പെല്ലാം നിർമ്മിച്ചത്. പോകുന്ന കുറച്ച് ഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഐലൻഡിൽ തന്നെയാണ് പുറപ്പെടുന്നത്. 3 ഷിപ്പുകളുണ്ട്. ഐഎൻഎസ് ലൂസ്, അതുപോലെ തന്നെ കവരത്തി, 3 പാലങ്ങളായിട്ട് കണക്ട് ചെയ്താണ്. അത് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപായിരുന്നു. മറ്റേ വാഹന മാർഗം എത്തിച്ചേരാൻ പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂടുതലാണ് വലിയൊരു ടാങ്കാണ് സുവാൻ സിമെന്റിന്റെ. സൈലോൺ എന്ന് പറയുന്ന സിമെന്റ് സ്റ്റോർ ചെയ്യുന്ന ടാങ്കാണ്. ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് സിമെന്റ് ഇവിടെ വന്ന് ലോഡ് ചെയ്തിട്ട് പല പല പാക്കറ്റിലാണ്. റൈറ്റ് സൈഡിൽ കിടന്ന ഓയിൽ ടാങ്കർ കേട്ടോ. ഡച്ച് ഷിപ്പാണ്. അത് മണ്ണുമാന്തി കപ്പൽ എന്ന് പറയും. നമ്മളിപ്പോൾ പോകുന്നത് ഷിപ്പിംഗ് ചാനലിലൂടെയാണ്. ഷിപ്പിംഗ് ചാനലിൽ അടുത്ത് ചേർന്നിരിക്കുന്ന മണ്ണും ചെളിയും മെക്കലും എല്ലാം കൂടെ ഒരു സ്റ്റോർ ചെയ്തിട്ട് പുറംകടലിൽ കൊണ്ട് കളയുന്ന ജോലിയാണ് ഡ്രഡ്ജർ ഷിപ്പിനുള്ളത്. അതിന്റെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഒരു പൈപ്പ് പോലെ അത് വെള്ളത്തിനടിയിട്ട് മാക്സിമം താഴ്ത്തി വെച്ചിട്ട് മണ്ണും ചെളിയും മെക്കലൊക്കെ സക്ക് ചെയ്തെടുത്ത് നമ്മുടെ പുറംകടലിൽ കൊണ്ടുപോയി കളയുന്ന ജോലിയാണ് ഡ്രഡ്ജർ ഷിപ്പിനുള്ളത്. സ്റ്റേഷനുണ്ട്. കൂടാതെ പോർട്ട് ഓഫീസുണ്ട്. നാലുകെട്ടിന്റെ മാതൃകയിൽ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ കൊച്ചിൻ പോർട്ട് കൺട്രോളിന്റെ ഓഫീസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കൊച്ചിയിലേക്ക് നല്ല വെസലുകളും അതുപോലെ തന്നെ കപ്പലുകളും എല്ലാം അത് ഈ ഒരു ചാനലിൽ കൂടെ വരാം. അപ്പോൾ ക്യാപ്റ്റനൊക്കെ നിർദ്ദേശം. അതേപോലെ തന്നെ നമ്മുടെ പോർട്ട് കൺട്രോളിന്റെ നേരെ ബാക്കിൽ കാണുന്ന 5 സ്റ്റാർ ഇങ്ങോട്ട് കയറാൻ സാധിക്കില്ല. എന്താണ് പറയൂ കുട്ടാ? അപ്പൊ ഇന്ന് ആഘോഷിക്കുന്നവർക്കും കൂടാതെ മാസത്തിൽ ആഘോഷിച്ച എല്ലാവർക്കും നമ്മുടെ അവർക്കൊരു ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. എല്ലാവരും ഇരിക്കുന്ന വന്ന് കൈയ്യടി സൗകര്യങ്ങളേ. സർപ്രൈസ് ആയിട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കണം. സന്ധ്യ നേരത്തിനും നേരത്തിനും എല്ലാവരും പറഞ്ഞ് പറയുന്നത് അല്ലെ ഒരു സന്തോഷമാണ്. സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഒരിക്കലും എല്ലാവരും ഒന്നും ഇഷ്ടമാണ് കൈയ്യെ സപ്പോർട്ട്. പോകാം. അടുപ്പിക്കും, ആ സാധനങ്ങൾ എടുക്കും. ഓരോ വണ്ടികളിലെ വലിയ ലോറി ഉണ്ടല്ലോ, വലിയ ലോറി കാണാൻ ആ ലോറിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. പിന്നെ ലോറിയിൽ കൊണ്ടുപോകും. കണ്ടെയ്നർ പൊക്കണം. ഓ, 2 ഒരുമിച്ചിട്ടാണോ? ചിലപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ വേറെ വലിയ കപ്പലിന്റെ പാർസൽ ചെയ്യണതിലൂടെ ഒരു വലിയ കപ്പലാണ്. പ്രണയം എന്നൊരു സിനിമയൊക്കെ ഫുൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ കാണുന്ന തുരുത്തിലാണ്. താന്തോന്നി തുരുത്താണിത്. പാലങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വള്ളം അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ പ്രഭ മേഡം
എല്ലാ സപ്പോർട്ടുകളും എല്ലാം ചെയ്യുന്നുണ്ട്, അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എനിക്കത് ഏറ്റവും വലിയ അസറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ എന്താ പറയുക, ഭർത്താക്കന്മാരായ നമ്മൾ, എനിക്ക് പറയാനുള്ളത് ഭാര്യമാർ അങ്ങനെ പോകുന്നതൊക്കെ വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതാണ് വിജയം. ആ വിജയത്തിൽ അതാണ് വിജയം. ആ കയ്യോട് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സക്സസ് ശരീരം ഫുൾ സപ്പോർട്ടോടുകൂടി ഗംഗാധരൻ സാർ കൂടെ ഉണ്ട്. അപ്പൊ നല്ലൊരു കയ്യിൽ ഇത് ഇവിടെ വന്നിട്ടുള്ള ഫാമിലിയായി വന്നിട്ടുള്ള ആളുകളും അല്ലാതെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പാഠമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയോടുകൂടി നല്ല സപ്പോർട്ടോടുകൂടി പോയാൽ മാത്രമേ നമ്മുടെ ഓരോ ആളുകൾക്കും മെയിലാണെങ്കിലും ഫീമെയിലായാലും സക്സസ് ഉണ്ടാവുള്ളൂ. നല്ലൊരു കൈയടി ഗംഗാധരൻ സാർക്ക് ഒന്നുകൂടി കൊടുക്കുക. കാരണം അദ്ദേഹം നല്ല സപ്പോർട്ടോടുകൂടിയാണ് ശരീരത്തിന്. നമ്മൾ അറിയാലോ, ശരീരം റെഗുലറായിട്ട് JOTC മറ്റൊക്കെ ഒരു ഹായ് പറയൂ, വീഡിയോ ആണ്. വെൽക്കം ടു സേവിയർ ഫാമിലി. യെസ്. യൂട്യൂബിൽ വരും. ഹായ് ബാബേ. ഒക്കെ യൂട്യൂബിൽ വരും. ഒരു ഹായ് പറയൂ. ഇവിടെ നോക്കൂ. സുജി ഇവിടെ നോക്ക്. എല്ലാവരും ഇവിടെ നോക്കൂ. ഓക്കെ, ഡണ്ണ്. പെട്ടെന്ന് ചെന്നിട്ട് ഒരു കയാക്കിങ്ങോ അല്ലെങ്കിൽ ബോട്ടോ എന്തെങ്കിലും എടുക്കുക. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇങ്ങോട്ട് വരട്ടെ, അവിടെ ആളുകളൊക്കെ നിങ്ങൾ ഇറങ്ങല്ലേ ഏട്ടാ, ഞാൻ പിടിച്ചു തരാം. കുട്ടികൾ മാറി നിൽക്കാനാ പറയുന്നത്. അങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ മാത്രം പോയിട്ട് ഇവരിപ്പോ ഇങ്ങോട്ടൊന്നും വരില്ല. മറ്റേ സുഖം കണ്ടുപോയാ പിന്നെ അവിടെ തന്നെ നിൽക്കുമല്ലേ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പിഴാല സേവിയസ് ഫാമിലെത്തി. നല്ല ഫുഡായിരുന്നു. നല്ല ഫിഷ് കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ഫുഡ്. അതിനുശേഷം ഞങ്ങൾക്ക് ബോട്ടിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് അവിടെ ഗാർഡനിങ്, കയാക്കിങ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. എല്ലാം എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ 3 മണിയോടെ തിരിച്ചു. അതെ, ലിജു ഒന്നും ഇങ്ങോട്ട് നോക്കിയേ. ലിജു
ഞാൻ വൈഫ് യങ്ങേഴ്സ് ഉണ്ട്. ഞങ്ങൾ 2 ചായ കുടിക്കാം. വേണം അത്ര. ഇവര് 3 പേരുടെയും പെർഫോമൻസ് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളെ എൻജോയ് ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് വേറെ അഭിപ്രായം പറയാനുള്ളത്, നമുക്ക് ഇതിന്റെ ഒരു സൗണ്ട് ബോക്സ് മോളിലും കൂടെ ചെക്കിലിരിക്കുന്നതൊക്കെ എൻജോയ് ചെയ്യണം. അത് നിങ്ങളത് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകളല്ല, നമുക്ക് ഇതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു കേട്ടോ. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായി നമുക്കിത് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത രതീഷ് സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകമായിരുന്നു. ഇവര് 3 പേരും അടിപൊളിയായിട്ട് പാടി, പറയാനൊന്നുമില്ല. നമ്മുടെ ചെറിയ പിള്ളേരടക്കം ഇവരുടെ പാട്ട് കഴിഞ്ഞപ്പോൾ പൊളിച്ചു എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും കുട്ടികളുടെ ഭാഷയിൽ പൊളിച്ചു എന്ന് പറയുമ്പോൾ അത്രയും ടോപ്പായിട്ടാണ് പെർഫോം ചെയ്തിരുന്നത്. എല്ലാവരും സൂപ്പറായി. കൺഗ്രാറ്റ്സ്. വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇന്ന് ഞാൻ ഓരോരുത്തരെയും കാണാൻ കഴിഞ്ഞത്. വളരെ അത് ഒരു ഹാപ്പി മൂഡായിരുന്നു ഇന്നത്തെ ഒരു ട്രിപ്പ്. നമ്മുടെ ഡിവിഷൻ മാനേജർ രതീഷ് സാറിന് നമുക്ക് എല്ലാവരുടെയും അങ്ങനെ ഒരു ഞാൻ 2007 മുതൽ SBI ലൈഫിൽ കയറിയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഒരു പെയിൻ ട്രിപ്പ് പോകുന്നത്. രതീഷ് സാറിന് താങ്ക്സ് പറയണം. ഇങ്ങനൊരു സജഷൻസ് വന്നതിന്റെ പേരിൽ വളരെ നന്ദി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സന്ധ്യ, അതുപോലെ ഉമ്മച്ചേച്ചി പറഞ്ഞു അവരുടെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ നേരത്തെ അറിഞ്ഞതാണെങ്കിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെയ്യാമായിരുന്നു. ഇനി ലാസ്റ്റ് മിനിറ്റിലാണ് അവർ പറയുന്നത്. എനിവേ ഹാപ്പി ബർത്ത്ഡേ സന്ധ്യ ആൻഡ് ഉമ്മച്ചേച്ചി. ഓക്കെ, പിന്നെ നിങ്ങളെ ഗായകന്മാർ ഒന്നിനൊന്നിന് മെച്ചം. ഞാൻ ഒരു തവണ മുകളിൽ പോകുമ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനം പാടാം, അടിപൊളിയായിട്ട് പാടുന്നു, നേരെ താഴെ ഇറങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഏറ്റവും വിജയകരമാക്കി തീർത്തു. അതിന് ഞങ്ങൾ ശരിക്കും നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈഫ് മിത്രാസ്, നമ്മൾ രതീഷ് സാർ മെസ്സേജ് ഇട്ട് അതിനനുകൂലിച്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കൂട്ടി ഇത് വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളോടാണ് ഓരോരുത്തരോടും എനിക്ക് നന്ദി പറയാനുള്ളത് ഇതിനോട്. അതുമാതിരി നിങ്ങളെല്ലാവരും നന്നായി പെർഫോം ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എന്താ പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ നന്നായി വരട്ടെ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി, പറയണ്ട. നമ്മുടെ കളിയ 3 കലാകാരന്മാർക്കും നല്ല രീതിയിൽ നല്ലൊരു കൈയ്യടി കൊടുക്കുക. നമ്മുടെ പാലക്കാട് എല്ലാം നല്ല രീതിയിൽ നമ്മൾ രാവിലെ മുതൽ ഇതുവരെയും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതിന് രതീഷ് സാറിന് പ്രത്യേകം നന്ദി ഞാൻ ഓരോ ആളുകളുടെ പേരും അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി പങ്കെടുത്ത് എല്ലാവരും ലൈവായി നിന്നത് നമ്മുടെ ഓരോ ആളുകളും, ഒരാൾ പോലും ഇതിനകത്ത് ഈ പറയുന്ന പോലെ
ആക്റ്റീവ് ആവാതിരുന്നിട്ടില്ല. അപ്പം നിർബന്ധമായും ഈ ഓരോ ആളുകൾക്കും ഈ ഓരോ ആളുകൾക്കുമുള്ള കയ്യടിയും നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു. സോറി കൂടി എല്ലാവർക്കും നല്ല സഹായം നൽകുകയാണ്. എവിടെയെന്ന് വെച്ച് കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു, വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, നല്ല സന്തോഷം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പലകൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രീത എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാറേ നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിൽ കോൺടെസ്റ്റ് ഒന്നും വേണ്ട, പൈസ കൊടുത്തിട്ടാണ് നമുക്കൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്യണമെന്ന് പ്രീതയുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ നടത്താറുണ്ട്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് എൻ്റെ 3ാമോ 4ാമത്തെ തവണയായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തതിലും പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടു കൂടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 50 പേരാണ് ഇതിന് എക്സ്ക്ലൂസീവ് ബുക്കിങ്ങിന് വേണ്ടത്. ആ 50 പേരെ കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 80-ൽ കൂടുതൽ ആളുകളാണ്. ഞാൻ അവസാനം ബുക്കിംഗ് ക്ലോസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇനി ഇതിലേക്ക് വെസലില് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ അതിന് ആവേശപൂർവ്വം എടുത്താൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്താണ്. ഇത് നിങ്ങളുടെ ഒരു ആവേശം. നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്, ഒരു പ്രചോദനമാണ്. വീണ്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരം ട്രിപ്പുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും അതോടൊപ്പം തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക, അതോടൊപ്പം തന്നെ പണിയെടുക്കുന്ന സമയം മാക്സിമം പണിയെടുക്കുക എന്നതാണ് നമ്മുടെ പോളിസി. അപ്പൊ അതുകൊണ്ട് അടുത്ത ദിവസങ്ങൾ മുതൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഇൻകവും അതേപോലെ തന്നെ വരുമാനവും ഒക്കെ എൻ ചെയ്ത് നമ്മുടെ ക്ലബ് മെമ്പർഷിപ്പും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ വാ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മറൈൻ ഡ്രൈവ് എത്തി. നല്ല ഒരു ട്രിപ്പായിരുന്നു. രാവിലെയും വൈകുന്നേരത്തും ടീ ആൻഡ് സ്നാക്സ്, ലഞ്ച് ഉച്ചയ്ക്ക് നല്ലൊരു ട്രിപ്പ്, നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങളിനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ബൈ.